10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്ന്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചാപ്റ്ററിലെ പകുതി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പകുതി അടുത്ത ഓഡിയോയിലായിരിക്കും. അപ്പോൾ ഓരോന്നും വിശദമായി തന്നെ പഠിച്ചു പോകാം. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ്, ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK രാമചന്ദ്രൻ. MK രാമചന്ദ്രൻ ആണ് ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണ്? 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണ്? 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന തെക്ക് ഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാറക്കോറം. ഏതൊക്കെയാണ്? ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാറക്കോറം. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായ പർവ്വതനിരയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഇന്ത്യൻ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? 5 തരംതിരിച്ചിരിക്കുന്നു. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. കശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിര ഏതാണ്? ഉത്തര പർവ്വത മേഖല. ഉത്തര പർവ്വത മേഖലയിലുടനീളം പൊതുവെ കാണപ്പെടുന്ന ഫലഭൂഷ്ടി കൂടിയ മണ്ണ് പർവ്വതമണ്ണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്ന സംസ്ഥാനങ്ങൾ കശ്മീർ, ഹിമാചൽ പ്രദേശ്. ഉത്തര പർവ്വത മേഖലയിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സിംല, ഡാർജിലിംഗ്, കുളു, മണാലി. ഉത്തര പർവ്വത മേഖലയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയ പർവ്വതനിരയുടെ ഭാഗങ്ങളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരയുടെ ഭാഗങ്ങളാണ് പത്കായി ഭൂം, നാഗ കുന്നുകൾ, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തെ തിരിച്ചിരിക്കുന്നത് കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 ഭാഗങ്ങളായിട്ടാണ്. ഹിമാലയത്തെ തിരിച്ചിരിക്കുന്നത് ഹിമാലയം, ഹിമാദ്രി, ഹിമാചൽ,
സിവാലിക് എന്നീ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളെ പത്ഗായി ഭൂം, നാഗാ കുന്നുകൾ, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിങ്ങനെ 4ആയി തിരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കെ2. മൗണ്ട് കെ2 കൊടുമുടിയുടെ ഉയരം 8661 മീറ്ററാണ്. മൗണ്ട് കെ2വിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാറക്കോറം. കാറക്കോറം എവിടെയാണ്? ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് കാറക്കോറം സ്ഥിതി ചെയ്യുന്നത്? കാറക്കോറം ട്രാൻസ് ഹിമാലയത്തിലാണ്. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം ട്രാൻസ് ഹിമാലയത്തിലാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കുപടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയത്തിൻ്റെ ഏകദേശ നീളം 2400 കിലോമീറ്ററാണ്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതനിരകളുടെ ഉയരം കുറഞ്ഞു വരുന്നു. കശ്മീർ പ്രദേശത്തിൽ ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി 400 കിലോമീറ്ററാണ്. അരുണാചൽ പ്രദേശിൽ ഹിമാലയത്തിൻ്റെ വീതി 150 കിലോമീറ്ററാണ്. ഹിമാലയത്തിൻ്റെ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഹിമാലയത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ടതെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയം. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ ഫലകങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും. ഇവയ്ക്കിടയിൽ ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലുണ്ടായിരുന്ന സമുദ്രം ഏതാണ്? തെതീസ് സമുദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ എന്നിവ. 2000 മീറ്ററിന് മുകളിൽ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ഹിമാലയ പർവ്വതത്തിൽ ആണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്റർ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രി. കാഞ്ചൻജംഗ, നന്ദ ദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏത് നിരയിലാണ്? ഹിമാദ്രി. ഹിമാചലിൻ്റെ ശരാശരി ഉയരം 3000 മീറ്റർ. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണെന്ന് പറഞ്ഞു. ഹിമാചലിൻ്റെ ശരാശരി ഉയരം 3000 മീറ്റർ. ഹിമാചലിന് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക്. സിവാലിക്കിൻ്റെ ശരാശരി ഉയരം 1220 മീറ്റർ. അപ്പോൾ ഹിമാലയ പർവ്വതനിരയുടെ 3 ഭാഗങ്ങളായ ഹിമാദ്രിയുടെ ഉയരം 6000, ഹിമാചലിൻ്റെ ഉയരം 3000, സിവാലിക്കിൻ്റെ ഉയരം 1220 മീറ്റർ. ഡൂണുകൾക്ക് ഉദാഹരണമാണ് ഡെറാഡൂൺ.
പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ട ഹിമാലയ പർവ്വതനിരയുടെ ഭാഗമാണ് സിവാലിക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിൽ. പ്രധാന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ. ഹിമാലയൻ നദികളുടെ നീളം നോക്കാം. സിന്ധുവിൻ്റെ നീളം 2880 കിലോമീറ്റർ. ഗംഗയുടെ നീളം 2500 കിലോമീറ്റർ. ബ്രഹ്മപുത്രയുടെ നീളം 2900 കിലോമീറ്റർ. സിന്ധുവിൻ്റെ നീളം 2880 കിലോമീറ്റർ. സിന്ധു 2880 കിലോമീറ്ററും ഗംഗ 2500 കിലോമീറ്ററും ബ്രഹ്മപുത്ര 2900 കിലോമീറ്ററും ഒഴുകുന്നു. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ് സരോവർ തടാകത്തിൽ നിന്നാണ്. ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ചെമയോങ് ഹിമാനിയിൽ നിന്നാണ്. ടിബറ്റിലെ ചെമയോങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. സിന്ധു ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ് സരോവർ തടാകത്തിൽ നിന്നും. ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നും. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമയോങ് താഴ്വരയിൽ നിന്നുമാണ്. ചെമയോങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. സിന്ധു മാനസരോവർ തടാകം ടിബറ്റ്, ഗംഗ ഗംഗോത്രി ഹിമാനി ഉത്തരാഖണ്ഡ്, ബ്രഹ്മപുത്ര ചെമയോങ് ഹിമാനി ടിബറ്റ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധു. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗ, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ഡക്. ഗംഗയുടെ പോഷക നദികളാണ് യമുന, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ഡക്. ടീസ്റ്റ, മാനസ്, ലോഹിൽ, സുബാൻസിരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ബ്രഹ്മപുത്ര. ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബാൻസിരി, ബ്രഹ്മപുത്ര. സിന്ധു ഒഴുകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? സിന്ധു ഒഴുകുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ബ്രഹ്മപുത്ര ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, ആസാം. ബ്രഹ്മപുത്ര ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, ആസാം. സിന്ധു അറബിക്കടലിലാണ് പതിക്കുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം ആണ് കിഴക്കൻ മലനിരകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് കിഴക്കൻ മലനിരകൾ. പൂർവാചൽ എന്നറിയപ്പെടുന്ന മലനിര കിഴക്കൻ മലനിരയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കിഴക്കൻ മലനിര.
കിഴക്കൻ മലനിരകളിൽ കാണപ്പെടുന്ന കാടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ. കിഴക്കൻ മലനിരകളിൽ കാണപ്പെടുന്നത് നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇവിടെ ധാരാളം മഴ ലഭിക്കുന്നത് കൊണ്ട് കിഴക്കൻ മലനിരകളിലെ കാടുകളാണ് ഉഷ്ണമേഖല, നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ. പർവ്വതനിരകൾ മുറിച്ചുകടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് ചുരങ്ങൾ. ഉത്തര പർവ്വത മേഖലയിലെ ചുരങ്ങൾ ഏതൊക്കെയാണെന്നും അവ എവിടെ നിന്നും ഉത്ഭവിക്കുന്നു എന്നും അത് ഏത് സംസ്ഥാനങ്ങളെ ഏത് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നും വിശദമായിട്ട് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കോഡിലൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബൊലാങ് ചുരം. ചുരങ്ങളുടെ നാട് ലഡാക്ക്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗതയോഗ്യമായ ചുരം ഏതാണ്? ഗാർതുങ്ല ചുരം. ഇനി ചുരങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കാനുള്ളൊരു കോഡ് പറയാം. അപ്പോൾ ഈ കോഡ് കാണാതെ പഠിച്ചതിന് ശേഷം നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും അത് ഓർമ്മ വരും. അപ്പോൾ ഏതൊക്കെയാണ് കോഡ് നോക്കാം. ഫസ്റ്റ് വൺ സോബഗ ജമ്മു കാശ്മീർ, ബാറോഷി ഹിമാചൽ പ്രദേശ്, ജന സിക്കിം, ലിനാമ ഉത്തരാഖണ്ഡ്, ബോധി അരുണാചൽ പ്രദേശ്. ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. സോബഗ ജമ്മു കാശ്മീർ, ബാറോഷി ഹിമാചൽ പ്രദേശ്, ജന സിക്കിം, ലിനാമ ഉത്തരാഖണ്ഡ്, ബോധി അരുണാചൽ പ്രദേശ്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. സോബഗ ജമ്മു കാശ്മീർ, ബാറോഷി ഹിമാചൽ പ്രദേശ്, ജന സിക്കിം, ലിനാമ ഉത്തരാഖണ്ഡ്, ബോധി അരുണാചൽ പ്രദേശ്. ഇനി അത് ഏതൊക്കെയാണ് ആ ചുരങ്ങൾ നോക്കാം. സോബഗ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞു. സോബഗ, സോജില, ബനിഹൽ, ഖാർതുങ്ല ഇവയാണ് ജമ്മു കാശ്മീരിലെ ചുരങ്ങൾ. സോജില, ബനിഹൽ, ഖാർതുങ്ല. സോജില, ബനിഹൽ, ഖാർതുങ്ല. സോബഗ ജമ്മു കാശ്മീർ, സോജില, ബനിഹൽ, ഖാർതുങ്ല. നെക്സ്റ്റ് ബാറോഷി ഹിമാചൽ പ്രദേശ്. ബാരാലാച്ച, റോഹ്താങ്, ഷിക്കില. ഏതൊക്കെയാണ് ബാറോഷി? ബാരാലാച്ച, റോഹ്താങ്, ഷിക്കില. ബാരാലാച്ച, റോഹ്താങ്, ഷിക്കില, ബാറോഷി ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് ജന സിക്കിം. ജലപ്ല, നാദുല. ജന സിക്കിം, ജലപ്ല, നാദുല ചുരം. ലിനാമ ഉത്തരാഖണ്ഡ്, ലിബുലക്, നാമാചുരം. ലിനാമ ഉത്തരാഖണ്ഡ്, ലിബുലക് ചുരവും നാമാചുരവും. ബോധി അരുണാചൽ പ്രദേശ്, ബോധിംല, ദിഹാങ്. ബോധി അരുണാചൽ പ്രദേശ്, ബോധിംല, ദിഹാങ്. ബോധി അരുണാചൽ പ്രദേശ്, ബോധിംല, ദിഹാങ്. അപ്പോൾ ഏതൊക്കെ കോഡുകളാണ് പറഞ്ഞത്? സോബഗ ജമ്മു കാശ്മീർ, ബാറോഷി ഹിമാചൽ പ്രദേശ്, ജന സിക്കിം, ലിനാമ ഉത്തരാഖണ്ഡ്, ബോധി അരുണാചൽ പ്രദേശ്. ഇനി ചില ചുരങ്ങൾ അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും പഠിക്കാം. ലിബുലക്, ഷിപ്കില, സോജില, നാദുല ഇവ എപ്പോഴും PSC മാറി മാറി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ലിബുലക് ചുരം ബന്ധിപ്പിക്കുന്നത്, ഷിപ്കില ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ, സോജില, നാദുല ഇവ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്?
സോജില ചുരം ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ജമ്മു കാശ്മീരിലാണ്. സോജില ചുരം ജമ്മു കാശ്മീരിലാണ്. സോജില ശ്രീനഗർ കാർഗിൽ. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കാർഗിൽ. സോജില ശ്രീനഗർ കാർഗിൽ. സോജില ശ്രീക. ലിബുലക് ഉത്തരാഖണ്ഡിലാണെന്ന് നമുക്കറിയാം. ലിനാമ എന്ന് പഠിച്ചു. ലിബുലക് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ലിബുലക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉഡി, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ലിബുലക്, ഉഡി, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ഹിമാചൽ പ്രദേശിലാണെന്നറിയാം. ഷിപ്കില ഹിമാചൽ പ്രദേശ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിഡി, ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. നാഥുല സിക്കിമിലാണെന്നറിയാം. ജന എന്ന് നമ്മൾ പഠിച്ചു. നാഥുല സിക്കിമിലാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് സിക്കിം, ടിബറ്റ്. ലിബുലക് ഉഡി, ഷിപ്കില ഹിഡി, നാഥുല സിഡി, സോജില ശ്രീക. ലിബുലക് ഉഡി, ഷിപ്കില ഹിഡി, നാഥുല സിഡി, സോജില ശ്രീക. ലിബുലക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. നാഥുല സിക്കിം, ടിബറ്റ്. സോജില ശ്രീനഗർ കാർഗിൽ. ഈ കോഡുകൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഓപ്ഷനിൽ നിന്ന് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതല്ല എങ്കിൽ വെറുതെ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ആൻസർ കൺഫ്യൂഷനായിരിക്കും. ഇപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. നെക്സ്റ്റ് ഉത്തര മഹാസമതലം. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ഫലഭൂയിഷ്ഠവുമായ ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഏതേതു നദികളുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം. ഉത്തര മഹാസമതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. വളരെയധികം ഫലഭൂയിഷ്ഠിയുള്ള എക്കൽ മണ്ണാണ് ഉത്തര മഹാസമതലത്തിൻ്റെ സവിശേഷത. ഉത്തര മഹാസമതലത്തിലെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പഞ്ചാബ് ഹരിയാന സമതലം. ഫസ്റ്റ് വൺ പഞ്ചാബ് ഹരിയാന സമതലം. സിന്ധുവും പോഷക നദികളുമാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊള്ളുന്നത്. രൂപീകരണത്തിന് കാരണമാകുന്ന നദികളാണ് സിന്ധുവും പോഷക നദികളും. 2 രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ. ഇവ രൂപം കൊള്ളാൻ കാരണമാകുന്നത് ലൂണി സരസ്വതി നദികളാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ രൂപം കൊള്ളാൻ കാരണം ലൂണി സരസ്വതി നദികളാണ്. 3 ഗംഗാ സമതലം. ഇവ രൂപം കൊള്ളാൻ കാരണം ഗംഗയും പോഷക നദികളുമാണ്. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് ബ്രഹ്മപുത്ര സമതലം രൂപം കൊള്ളുവാൻ കാരണം. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം, ഗംഗാ സമതലം, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിലെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഥാർ മരുഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജയ്സാൽമീർ. ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഥാർ മരുഭൂമി. മരുപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മരുഭൂമി മണ്ണ്. മരുപ്രദേശത്തെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്ര, ജോവർ എന്നിവ.
ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പാഠത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ഓഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.